ഏതു വർഷമാണ് വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത്? 1929. 1856 ബാസൽ മിഷൻ മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എവിടെയാണ് ആരംഭിച്ചത്? തലശ്ശേരി. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചത് ആരാണ്? C.P. രാമസ്വാമി അയ്യർ. വൈക്കം സത്യാഗ്രഹം ചെയ്യുന്നവർക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് ആരാണ്? അകാലികൾ. യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? അയ്യങ്കാർ. സിവിൽ കേസുകളിൽ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ സർക്കാർ ഇളവ് നൽകിയ ഏക വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് സ്നേഹപൂർവം നാണു എന്ന് വിളിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരുവിനെ. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും പഠിപ്പിച്ചതാരാണ്? തൈക്കാട് അയ്യ. ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. M.C. ജോസഫിനെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണ്? C.V. കുഞ്ഞുരാമൻ. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? E.M.S. നമ്പൂതിരിപ്പാട്. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നാക്ക സമുദായ ഫെഡറേഷൻ രൂപവൽക്കരിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയൻ. താഴെ പറയുന്നവരിൽ ആരാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിരുന്നത്? K.P. വള്ളോൻ. വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത് ആരാണ്? A.K. ഗോപാലൻ. ഏതിൻ്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം? പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷത്തിലാണ്? 1906. ടാഗോർ മലയാളം എന്ന പദ്യം രചിച്ചത് ആരാണ്? കുമാരനാശൻ. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? K.P. ശങ്കരമേനോൻ, ഡോക്ടർ പൽപു, G.P. പിള്ള എന്നിവർ. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ്? സേതുലക്ഷ്മി ബായ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മക്തി തങ്ങൾ. മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ച മിഷണറി പ്രസ്ഥാനം ഏതാണ്? BEM. വിഖ്യാത ചരിത്രകാരനായ സുമിത് സർക്കാർ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? വാഗൺ ട്രാജഡി. വാവൂട്ടി യോഗം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. ബ്രഹ്മാനന്ദ ശിവയോഗി ഏതു സ്ഥലത്താണ് സിദ്ധാശ്രമം സ്ഥാപിച്ചത്?
ആലത്തൂർ. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി ചാവാറയച്ചൻ സ്ഥാപിച്ച സമ്പ്രദായത്തിൻ്റെ പേരെന്താണ്? പള്ളിക്കൂടം. ഏത് വർഷമാണ് വക്കം മൗലവി സ്വദേശാഭിമാനി ആരംഭിച്ചത്? 1905. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിൻ്റെ പേര് എന്താണ്? വേലക്കാരൻ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? TS സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? കുര്യക്കോസ് ചാവാറ. ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് ആരാണ്? അന്നാ ചാണ്ടി. ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? കോഴിക്കോട്. അടിമകൾ എങ്ങനെ ഉടമകളായി എന്ന മലയാള കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു ഭാരതീയ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം? 1941. താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കല്യാണദായിനി സഭ, വാലസമുദായ പരിഷ്കരണി സഭ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സഭ. ഉത്തരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. താഴെ പറയുന്നവയിൽ കുമാരനാശാന്റെ ഏത് കൃതിയാണ് 1907 പ്രസിദ്ധീകരിച്ചത്? ദുരവസ്ഥ, വീണപൂവ്, നളിനി, കരുണ. ആൻസർ വീണപൂവ്.